അടുത്തത് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ്. ഇവിടെ കണ്ടോ ചോട്ടിൽ നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് തന്നിട്ടുണ്ടല്ലേ. ആ ആൽഫബറ്റ്സിൻ്റെ മുകളിലൊക്കെ ഓരോ നമ്പേഴ്സും ഉണ്ട് ഇല്ലേ, കണ്ടോ നിങ്ങൾ? PIRYHTBAHP എന്നുള്ള ആൽഫബറ്റ്സ് കണ്ടോ? മുകളിലൊക്കെ ഓരോ നമ്പർ ഇല്ലേ, കണ്ടോ? 3 7 8 5 1 9 6 2 10 4 കണ്ടില്ലേ? ഇനി കണ്ടോ ചോട്ടിലും കുറച്ച് ആൽഫബറ്റ്സ് ഉണ്ട്. എത്ര ഉണ്ട്? 3 ആൽഫബറ്റ്സ് ഉണ്ടല്ലേ. YDA കണ്ടോ? അതിൻ്റെയൊക്കെ മുകളിലും നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഡിയുടെ മുകളിൽ 11, എയുടെ ചോട്ടിൽ കണ്ടോ 12, വൈൻ്റെ മുകളിൽ 13 കണ്ടില്ലേ? ഇനി കണ്ടോ അവിടെ എന്താണ്? ഇവിടെ കണ്ടോ ഒരു ഗേൾ. ആ ഗേൾ ആരാ? നേഹയാണല്ലേ. കണ്ടോ 2 ഭാഗമൊക്കെ മുടി കെട്ടിയിട്ട് നേഹയാണ് കേട്ടോ അത്. 3 more to paste. എന്താണ്? 3 കൂടിയും പേസ്റ്റ് ചെയ്യാനുണ്ട്, ഒട്ടിക്കാനുണ്ട് എന്ന് പറയുകയാണ് നേഹ. അപ്പോൾ എന്താണ് അഹാൻ പറഞ്ഞത്? അതാ ബോയ് അഹാനാണേ. നമ്പേഴ്സ് ഷുഡ് ബി പേസ്റ്റഡ് ഇൻ ഓർഡർ. നമ്പേഴ്സ് ക്രമത്തിൽ ഒട്ടിക്കണം എന്ന് പറയുകയാണ്. ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ. നമുക്ക് ഓർഡറിൽ എഴുതാൻ അറിയാലോ നമ്പേഴ്സ്. എന്നിട്ട് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്? നിങ്ങൾക്ക് അടുത്ത 3 നമ്പേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ HAPPYBIRTH എന്ന് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി നമ്മൾ വരച്ച് ചേർക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടല്ലേ, അത് ഓർഡറിലാക്കാൻ അറിയാലോ. എന്താ വരിക? 1 2 3 4 5 6 7 8 9 10 വരെ വരൂല്ലേ. അപ്പോൾ ഈ ആൽഫബറ്റ്സിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ ആ സർക്കിളിൽ ഈ നമ്പേഴ്സ് ഓർഡറിൽ എഴുതണം. 10 വരെ എഴുതിയില്ലേ. ഇനി ബാക്കി 3 കൂടി ഉണ്ടല്ലേ. 10 കഴിഞ്ഞാൽ പിന്നെ വരിക ഏതാ? 11 അല്ലേ. ഡി എന്നുള്ള ആൽഫബറ്റാണ് വരിക അല്ലേ. അടുത്തത് എന്താ വരിക? നമ്പർ ഏതാ? 12 അല്ലേ. അപ്പം എ എന്നുള്ള ആൽഫബറ്റ്. നെക്സ്റ്റ് എന്താണ്? 13 ആണ് വരിക. ആൽഫബറ്റ് എന്താ? Y. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കൂട്ടി വായിച്ചു നോക്കൂ. എന്താണ്? HAPPY ഹാപ്പി. BIRTHDAY എന്താണ്? ബർത്ത്ഡേ. എന്താണ്? ഹാപ്പി ബർത്ത്ഡേ. ഇനി ഈ ആൽഫബറ്റ്സിൻ്റെ ഒക്കെ മുകളിലുള്ള നമ്പേഴ്സ് എത്രയാണ് നോക്കിയില്ലേ? 1 തൊട്ടിട്ട് 13 വരെ ഉണ്ടല്ലേ. ഇനി ചോട്ടിൽ നോക്കൂ. നമ്പർ ഓഫ് കാർഡ്സ് പേസ്റ്റഡ്. എത്ര കാർഡ്സാണ് ഒട്ടിച്ചിരിക്കുന്നത്? എത്ര കാർഡ്സാണ്? 1 2 3 4 5 6 7 8 9 10. 10 അല്ലേ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. 10 അല്ലേ. 10 എന്ന് എഴുതുക. റിമൈനിങ് കാർഡ്സ് ടു പേസ്റ്റ്. ഇനി ബാക്കി എത്ര ഒട്ടിക്കാണ്ട്? 3 അല്ലേ. അപ്പോൾ എന്താ അവിടെ എഴുതേണ്ടത്? 3 എന്ന് എഴുതും. 10 and 3 make 13. 1 3 13. Write the numbers from 1 to 13 in order. അതായത് 1 മുതൽ 13 വരെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എഴുതാമല്ലോ നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13. എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ. അടുത്തത് ലെറ്റ്സ് ലൈറ്റ് ക്യാൻഡിൽസ്. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കേട്ടോ. നമുക്ക് മെഴുകുതിരി കത്തിക്കാം എന്ന് പറയുകയാണ്. നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. പാക്കറ്റിൽ എത്ര ക്യാൻഡിൽസ് ഉണ്ട്? ഇവിടെ കണ്ടോ മെഴുകുതിരിയുടെ ഒരു പാക്കറ്റ് കണ്ടോ? അത് കുറേ മെഴുകുതിരികളുണ്ട്. പുറത്തും കുറച്ച് മെഴുകുതിരി ഉണ്ട് അല്ലേ. വി ക്യാൻ സീ ദർ ആർ ക്യാൻഡിൽസ് ഇൻസൈഡ് ദ പാക്കറ്റ് ആൻഡ് ക്യാൻഡിൽസ് ഔട്ട്സൈഡ് ദ പാക്കറ്റ് അല്ലേ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. പാക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര ക്യാൻഡിൽസ് ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. എത്ര ക്യാൻഡിൽസാ? 10. 10 എന്ന് എഴുതൂലോ. ഔട്ട് സൈഡോ? പുറത്തെത്രണ്ണ?
1 2 3 4 4 അല്ലേ 4 എന്ന് എഴുതും. 4 എന്ന് എഴുതുക. 10 and 4 make 10ഉം 4ഉം കൂടിയും ചേർന്നാൽ എത്രയാവുക? 14. എത്രയാണ്? 14. 1 4 14. അടുത്തത് എന്താണ്? ബർത്ത്ഡേ കേക്ക്. കണ്ടില്ലേ? ഒരു കേക്ക് കണ്ടില്ലേ? ചുറ്റും കുട്ടികളും നിൽക്കുന്നു, ടീച്ചറും ഉണ്ട് അല്ലേ? ഇനി ഇവിടെ നോക്കൂ, സൈഡിൽ നോക്കൂ, കേക്ക് കട്ട് ചെയ്തിട്ട് പീസസ് ആക്കിയിരിക്കുന്നു അല്ലേ? ഹൗ മെനി പീസസ് ആർ ദർ? എത്ര പീസസ് ഉണ്ട്? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10. എത്ര പീസസാ? 10 പീസസ്. പീസസ് ഓഫ് കേക്ക് ആ ബോക്സിൽ നമ്മൾ എത്ര എഴുതും? 10 എന്ന് എഴുതും. ഓക്കെ. ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവരി വൺ എ പീസ്? ഓരോരുത്തർക്കും ഒരു പീസ് വീതം, ഓരോ കഷ്ണങ്ങൾ കൊടുക്കാനായിട്ട് ഇനി എത്രണ്ണം കൂടി കൂടുതൽ കട്ട് ചെയ്യണം? അപ്പോൾ അവിടെ എത്ര പേരുണ്ട് നമുക്ക് നോക്കണം അല്ലേ? കൗണ്ട് ചെയ്യണ്ടേ? ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ? എത്ര കുട്ടികളുണ്ട് അവിടെ? കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. എത്ര കുട്ടികളാ? 14 ചിൽഡ്രൻ ആണല്ലേ. പിന്നെ ഒരു ടീച്ചറും ഇല്ലേ? അപ്പോൾ 14 and 1 മേക്ക് എത്രയാണ് വരിക? 15. എത്രയാണ് വരിക? 15. അപ്പോൾ എത്രയും കൂടിയും കൂടുതൽ കട്ട് ചെയ്യണം. അവിടെ എത്ര പീസസ് ഉണ്ടായിരുന്നു കേക്കിൻ്റെ? 10 ഉണ്ടായിരുന്നു അല്ലേ? 10ൻ്റെ കൂടെ എത്രയും കൂടിയും വന്നാലാണ് 15 ആവുക. 10 and 5 മേക്ക് 15. 10ൻ്റെ കൂടെ 5 ചേർന്നാലാണ് 15 ആവുക. അപ്പോൾ എത്രയും കൂടിയും കൂടുതൽ കട്ട് ചെയ്യണം? 5 കട്ട് ചെയ്യണം അല്ലേ? അവിടെ നമ്മൾ ബോക്സിൽ 5 എന്ന് എഴുതുക. നമ്മളിപ്പോൾ 1 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ നമ്മൾ നമ്പേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, നമ്പർ നെയിംസ് അറിയണം. നമ്പർ നെയിംസ് എന്ന് പറയുമ്പോൾ വേർഡ്സ് എന്നും പറയാം. ഇപ്പോൾ 1 ONE 1. 2 എങ്ങനെയാണ് എഴുതുക? TWO 2. 3 THREE 3. 4 FOUR 4. 5 FIVE 5. 6 SIX 6. 7 SEVEN 7. 8 EIGHT 8. 9 NINE 9. 10 TEN 10. 11 ELEVEN 11. 12 TWELVE 12. 13 THIRTEN 13. 14 4ൻ്റെ സ്പെല്ലിംഗ് അറിയാലോ? FOUR 14 TEEN 14. നെക്സ്റ്റ് 15 FIFTEEN 15. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഓർഡറിൽ എഴുതാനും അറിയണം, അതുപോലെ തന്നെ അതിൻ്റെ നമ്പർ നെയിംസും അറിയണം. പഠിച്ചു വെക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.